എല്ലാവർക്കും സ്വാഗതം. നമുക്കേറെ പരിചിതമായ പുളിച്ചിക്ക അല്ലെങ്കിൽ ഇരുമ്പൻ പുളിയെക്കുറിച്ചുള്ളൊരു ലഘു വീഡിയോയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പുളിച്ചിക്ക, പുളിഞ്ചിക്ക, ഇരുമ്പൻ പുളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഔഷധ ഗുണമുള്ളൊരു ചെറുപഴമാണിത്. മറ്റു പല സ്ഥലങ്ങളിലും ഇവ കാച്ചിപ്പുളി, ചെലമ്പിപ്പുളി, ഓർക്കാപ്പുളി, ചെലമ്പിക്ക, ചെമ്മീൻ പുളി എന്നീ പേരിലും അറിയപ്പെടുന്നു. സാധാരണയായി നല്ല പഴുത്ത കായ വീണ് മുളച്ച് തൈകളാകുന്നതോടെ ഇവ വലുതായി സീസൺ അനുസരിച്ച് നിറയെ കായ്ക്കുകയും കൊഴിഞ്ഞു വീഴുകയും വളരെയധികം ജലാംശമുള്ളവയുമാണ്. ഇവയുടെ പൂക്കളുടെ ഭംഗി, ഇലകളുടെ പച്ചപ്പ് എന്നിവ ഏറെയും ആകർഷണീയമാണ്. ഇതിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി വളരെ ധാരാളമാണ്. കൂടാണ്ട് കാൽസ്യം, നാരകങ്ങൾ, പലവിധ നാരകങ്ങൾ, അതേപോലെ നിരവധിയായിട്ടുള്ള ഓക്സലേറ്റ് ക്രിസ്റ്റലുകൾ എന്നിവയുടെ ഒരു ശേഖരം കൂടിയാണ് ഈ ചെറുപഴം. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും അലർജിക്ക് പ്രതിരോധിക്കാനും എല്ലുകളുടെ ബലം കൂട്ടുവാൻ, ശരീരവണ്ണം കുറയ്ക്കുവാൻ, വൃക്കരോഗങ്ങൾ തടയാൻ ഇത്യാദി ഉപയോഗപ്രദമാണ് ഈ പഴം. എങ്കിലും അടിവരായിട്ട് പറയുന്നു, ഏതൊരു വസ്തുവും അമിതമായി ഉപയോഗിക്കുന്നത് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉളവാക്കുന്നത് പോലെ ഇരുമ്പൻ പുളിയും അനിയന്ത്രിതമായി നമ്മൾ ഉപയോഗിക്കുന്നത് ഹാനികരമാണ്. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസ് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് വളരെ ദോഷമാണ്. ഇതിൻ്റെ ജ്യൂസ്, ഇരുമ്പൻ പുളിയുടെ ജ്യൂസ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ജ്യൂസായിട്ട് ഇത് ഉപയോഗിക്കരുത്. കറികളിൽ ഉപയോഗിക്കുന്നതല്ലാതെ മറ്റ് സാധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നതല്ലാതെ ജ്യൂസായിട്ട് നമ്മളൊരിക്കലും അത് ഉപയോഗിക്കരുത്. ഇവയ്ക്ക് മറ്റും പല ഉപയോഗങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, പല വിഭവങ്ങളിലൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. കൂടാണ്ട് വിവിധ ഇനം പിക്കിൾസ്, അച്ചാറുകൾ, ചമ്മന്തി എന്നിവ ഉണ്ടാക്കുന്നതിനും വേനൽക്കാലത്ത് നമ്മളിവയെല്ലാം ഉണക്കി സംസ്കരിച്ച് മഴക്കാലത്തേക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ നല്ലൊരു ലോഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം കെമിക്കൽസ്, മറ്റു പല കെമിക്കൽസ് ഇതിൽ ചേർത്തുകൊണ്ട് ഇതിനെ നമ്മളൊരു ലോഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ക്ലീനിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അലുമിനിയം പാത്രങ്ങളുടെ കറ കളയുന്നതിന്, തുണികളുടെ കറ കളയുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ബാത്റൂം ക്ലീനിങ്ങിന് ഒക്കെ നമ്മൾ നിരവധിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും ശീമനെല്ലിക്കയുടെ പോലുള്ള ചെറു ഇല ഏറെ ആകർഷിക്കുന്ന ഇലയാണ്. മുകളിലോട്ട് വരുന്നതോറും നല്ല തളിര്, ചുമന്ന തളിരിലകളുമാണ്. നിറയെ കായ്ക്കുന്നതാണ്. നിറയെ ഇഷ്ടംപോലെ കായ് പിടിക്കുന്ന, അടി മുതൽ മുടി വരെ കായ് പിടിക്കുന്നതാണ്. പച്ചപ്പുള്ള ഇവയുടെ ഇലയും നല്ല മെറൂൺ കളറിലുള്ള പൂക്കൾ, അതിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിലെ പൂക്കൾ തടി മുതൽ അതിൻ്റെ ശിഖരങ്ങൾ വരെ നല്ല മെറൂൺ നിറത്തിലുള്ള പൂക്കൾ, അത് ആരെയും ആകർഷിക്കുന്ന പൂക്കളാണ്. കായ് പിടിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി കായ പഴുത്തു കഴിഞ്ഞാലോ അതെല്ലാം വീണ് താഴേക്ക് ഇങ്ങനെ ചിതറി കിടക്കുന്നത് കാണാം. ആ പൂക്കളുടെ ഭംഗി പറഞ്ഞാലും മതിയാകത്തില്ല. അത്രയ്ക്ക് വർണ്ണനീയമാണ് ഇരുമ്പൻ പുളിയുടെ പൂക്കൾ. അപ്പോൾ ഇവയുടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ശിഖരങ്ങൾ ബലക്ഷയം തീരെ കുറവാണ് അവയ്ക്ക്. ചെറിയൊരു കാറ്റടിച്ചാലോ നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാലോ വേഗം തന്നെ അത് ഒടിഞ്ഞു വീഴുന്നവയാണ്. എങ്കിൽ പോലും ഒരു വീട്ടിലെ ഒരു ഇരുമ്പൻ പുളി മരം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു.